ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ റോസ് ഫ്ലവറിൻ്റെ അടിയിൽ വെക്കുന്ന ഈ സ്റ്റാറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനുവേണ്ടി ആദ്യം തന്നെ നമുക്കൊരു മാജിക് റിംഗ് ഫോം ചെയ്യണം. അതിൻ്റെ വീഡിയോ ഞാൻ ഇതിനു മുമ്പ് അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. അതിന് തന്നെ ഒരു മാജിക് സർക്കിൾ ഫോം ചെയ്തു. ഇനി നമുക്ക് ഇതിനകത്ത് 6 സിംഗിൾ ചെയിൻസ് ആണ് ചെയ്യേണ്ടത്. അത് നമുക്ക് ചെയ്യാം. അങ്ങനെ 6 ചെയിൻസ് നമ്മൾ ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. ഇനി ഈ ടെയിൽ എൻഡ് പതുക്കെ പിടിച്ച് വലിച്ച് നമുക്ക് ഈ മാജിക് റിങ് ക്ലോസ് ചെയ്യാം. ഇനി ഫസ്റ്റ് റൗണ്ട് കംപ്ലീറ്റ് ആക്കാൻ ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. ഇനി റൗണ്ട് 2 ആണ് ചെയ്യേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഓരോ ചെയിനിലും നമുക്ക് 2 SC വീതം ചെയ്തു കൊടുക്കണം. അങ്ങനെ മൊത്തം 12 SC ആണ് നമുക്ക് സെക്കൻഡ് റൗണ്ട് കഴിയുമ്പോൾ കിട്ടുക. അതിനുവേണ്ടി ആദ്യം തന്നെ ഒരു സിംഗിൾ ചെയിൻ ഇട്ട് കൊടുക്കുക. അവിടെ നമുക്കൊരു സ്റ്റിച്ച് മാർക്ക് വെച്ച് കൊടുക്കാം. നമുക്ക് ഓരോ ചെയിനിലേക്കും 2 സിംഗിൾ ചെയിൻസ് വെച്ച് ചെയ്യണം. 1 2. ഇപ്പോൾ ഒരു ചെയിനിൽ 2 സിംഗിൾ ചെയിൻ ചെയ്തു. അടുത്തതിലും ഇതേപോലെ നമുക്ക് റിപ്പീറ്റ് ചെയ്യാം. അങ്ങനെ നമുക്ക് ടോട്ടൽ 12 CH ആണ് കിട്ടേണ്ടത്. 11 12. അങ്ങനെ നമ്മൾ 12 സിംഗിൾ ചെയിൻസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ഈ സ്റ്റിച്ച് മാർക്ക് ഊരിയിട്ട് ആ സ്റ്റിച്ച് മാർക്ക് വെച്ചേർന്ന സ്ഥലത്തേക്ക് തന്നെ നമുക്കൊരു സ്ലിപ്പ് നോട്ട് ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ റൗണ്ട് 2ഉം ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് എക്സ്ട്രാ 1 ചെയിൻ ആഡ് ചെയ്ത് കൊടുത്തിട്ട് അതിലേക്ക് നമുക്ക് സ്റ്റിച്ച് മാർക്ക് വെക്കാം. ഇനി റൗണ്ട് 3ൽ നമുക്ക് ചെയ്യേണ്ടത് ആദ്യത്തേതിൽ 1 SCയും അടുത്ത ചെയിൻ സ്റ്റിച്ചിൽ 2 SCയും ആണ് ചെയ്യേണ്ടത്. അങ്ങനെ അത് റിപ്പീറ്റ് ചെയ്യണം. ആദ്യം 1 SC പിന്നെ 2 SC. ഇൻക്രീസിങ് മെത്തേഡാണ് ഇവിടെ വരുന്നത്. അങ്ങനെ നമുക്ക് ഈ റൗണ്ടും കംപ്ലീറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ 3 റൗണ്ട്സും ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. ഇനി സ്റ്റിച്ച് മാർക്ക് ഊരിയിട്ട് അവിടെ നമുക്കൊരു സ്ലിപ്പ് സ്റ്റിച്ച് കൊടുക്കാം. ചെയിൻസ് ഇട്ട് കൊടുക്കാം. 1 2 3 4 5 6 ചെയിൻസ് ഇട്ട് കൊടുത്തു. ഫസ്റ്റത്തേൽ ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്യാം. നെക്സ്റ്റ് ചെയിനിൽ ഒരു ഹാഫ് DC ചെയ്യാം. അടുത്ത 2 ചെയിനിലേക്കും ഓരോ DC വെച്ച് ചെയ്തെടുക്കാം. 1 2. നമുക്ക് ത്രിബിൾ ക്രോഷ്യ ആണ് ചെയ്യേണ്ടത്. അതിന് വേണ്ടി 2 ടൈംസ് യാൺ ഓവർ ചെയ്യുക. അടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസെർട്ട് ചെയ്യുക. യാൺ ഓവർ പിന്നെ 5 ലൂപ്സ് ആയിരിക്കും നമുക്ക് ഹുക്കിൻ്റെ മുകളിൽ കിട്ടുക. യാൺ ഓവർ ചെയ്യുക ഫസ്റ്റ് 2 ലൂപ്സിലൂടെ, പിന്നെ യാൺ ഓവർ ചെയ്യുക ഫസ്റ്റ് 2 ലൂപ്സിലൂടെ പുറത്തേക്ക് കൊണ്ടുവരിക, പിന്നെ യാൺ ഓവർ ചെയ്യുക ലാസ്റ്റ് 2 ലൂപ്സിലൂടെ പുറത്തേക്ക് 2 ചെയിൻസ് സ്കിപ്പ് ചെയ്ത് 1 2 3. തേർഡ് ചെയിൻ. ഈ തേർഡ് ചെയിനിലേക്കാണ് നമുക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്ത് സ്ലിപ്പ് സ്റ്റിച്ച് ഇടേണ്ടത്. അങ്ങനെ നമുക്ക് ഇത് മൊത്തം 6 ഇത് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മളിവിടെ 6 എണ്ണം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് ക്ലോസ് ചെയ്യാം. ഇനി നമുക്ക് ഈ ടെയിൽ എൻഡ് കട്ട് ചെയ്ത് മാറ്റാം. അങ്ങനെ നമ്മുടെ ഫ്ലവറിൻ്റെ അടിയിൽ വെക്കുന്ന സ്റ്റാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ലീഫാണ്. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഇനി നമുക്കിവിടെ 8 ചെയിൻസ് ചെയ്തെടുക്കണം. 1 2 3 4 5 6 7 8 ചെയിൻസ് ഇട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് സെക്കൻഡ് ലൂപ്പിലേക്ക് നമുക്കൊരു SC ചെയ്തെടുക്കാം. അടുത്തതിലേക്ക് ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യണം. ഇനി അടുത്തതിലേക്ക് നമുക്കൊരു ഡബിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കാം.
ഇനി അടുത്തതിലേക്ക് ഒരു TR ചെയ്ത് കൊടുക്കാം. ഇനി അടുത്തതിലേക്ക് ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യാം വീണ്ടും. നെക്സ്റ്റ് സ്റ്റിച്ചിലേക്ക് ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കാം. ഇനി അടുത്തതിലേക്ക് ഒരു SC ചെയ്യാം. ഒരു 2 ചെയിൻസ് എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമുക്കിവിടെ ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. അടുത്തതിലേക്ക് ഒരു SC ചെയ്ത് കൊടുക്കാം നമുക്ക്. നെക്സ്റ്റ് ഇതിലേക്ക് ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കണം. അടുത്തതിലേക്ക് ഒരു ഡബിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കുക. ഇനി അടുത്തതിലേക്ക് ഒരു TR. ദെൻ അടുത്തതിലേക്ക് ഒരു ഡബിൾ ക്രോഷ്യ. അടുത്തതിലേക്ക് ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യ. ഇനി അടുത്തതിലേക്ക് ഒരു SCയും കൂടിയും ഇടാം. ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ക്ലോസ് ചെയ്യാം. നമ്മുടെ ലീഫ് ഇവിടെ റെഡിയാണ്. ഇനി ബാക്കി വന്ന ത്രെഡ് എടുത്ത് നമുക്കത് നീഡിൽ യാൺ നീഡിൽ ഇൻസേർട്ട് ചെയ്ത് നമുക്കത് ഹൈഡ് ചെയ്ത് കൊടുക്കാം.